ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 21 സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ട്. 21 സീറ്റുകളിൽ മത്സരിച്ചതിൽ അവർ പ്രൊജക്ട് ചെയ്യുന്നത് 9 to 11 ആണ്. പക്ഷേ അതുവരെ പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. NCP ശരത് പവാർ വിഭാഗം 10 സീറ്റുകളിൽ മത്സരിച്ചു. അവർ പറയുന്നത് 4 മുതൽ 6 വരെ സീറ്റുകൾ എന്നാണ്. അതും സാധ്യത കുറവാണ്. കോൺഗ്രസ് 17 സീറ്റുകളിലാണ് മത്സരിച്ചത്. പക്ഷേ കോൺഗ്രസ് 4 to 6 എന്നുള്ള സ്ട്രൈക്ക് റേറ്റിലേക്ക് എത്തും. അതായത് നില മെച്ചപ്പെടുത്തുന്നത് കോൺഗ്രസ് ആയിരിക്കും എന്നാണ് മഹാരാഷ്ട്രയിൽ ഞാൻ കരുതുന്നത്. ഇനി NDAയിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP 28 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഈ സഖ്യം പിളർത്തിയതുകൊണ്ടുള്ള ദോഷവശങ്ങൾ ഒരുപക്ഷേ ചില സീറ്റുകളിൽ അവിടെ BJPക്ക് ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ശിവസേന ഷിൻഡെ വിഭാഗം 15 സീറ്റുകളിൽ മത്സരിച്ചു. അവർ അവകാശപ്പെടുന്നത് 7 മുതൽ 9 വരെ സീറ്റുകളിലെ വിജയമാണ്. NCP അജിത് പവാർ 4 സീറ്റുകളിൽ മത്സരിച്ചു. 2 എണ്ണത്തിൽ ജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. RSPയെ 1 സീറ്റിലാണ് മത്സരിച്ചത്. അവർ ജയിക്കാനുള്ള സാധ്യത തീരെയില്ല. അപ്പോൾ എൻ്റെ ടാലി എന്ന് പറയുന്നത് NDA 30, ഇന്ത്യ സഖ്യം 18 എന്നുള്ളതാണ്. ഓക്കേ.